ഞാൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ 3/4 പങ്കും ഗീതയുടെ പേരില്ല. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം കൂടെ ഉറപ്പിക്കാം. എന്താ? ഉറപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് പെണ്ണിനെ കാണണമായിരിക്കും. അതല്ല, പിന്നെ സ്ത്രീധന തുക എത്രയാണെന്ന് അറിയണ്ടേ? സ്ത്രീധനം എന്ത് കിട്ടണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? 50,000 രൂപ കിട്ടണം. 50,000? ആ, എന്റെ മോൻ അത്രയും കിട്ടണം. അല്ലെങ്കിലോ? ഈ വിവാഹം നടക്കില്ല. നടക്കില്ല? എണീരോട് നിങ്ങൾ വിരട്ടുകയൊന്നും വേണ്ട. എന്റെ മോനെ ഡിഗ്രിക്കാരനാ, BA DL YWCA. 50,000 രൂപയിൽ നിന്ന് ഒത്തിക്കൊണ്ട് പോകാൻ ആമ്പിള്ളേരുണ്ട്. 50,000 രൂപ തരാൻ എനിക്ക് മനസ്സില്ല. വേണ്ടേ, നിങ്ങളുടെ മോള് നിങ്ങളുടെ വീട്ടിൽ നിന്നോട്ടെ. എന്റെ ചെറുക്കൻ പെറ്റു പോകത്തൊന്നുമില്ല. ഏയ് ഓൾഡ് മുപ്പിന്ന് നിങ്ങൾ കല്യാണം ഉറപ്പിക്കാൻ വന്നോ അതോ കടിപിടി കൂടാൻ വന്നോ? നീ പോകാതെ, നീ വാങ്ങാമേ. താനിവനെ വിളിച്ചോണ്ട് പോകും. ആ, പിന്നെ പോകാതെ. എടോ പരട്ട കുറുപ്പേ, ഞാൻ എന്റെ മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 1,00,000 രൂപയാ. ലക്ഷമോ? ആ, ലക്ഷം. വേണ്ടെങ്കിൽ തന്റെ മോനെ വിളിച്ചോണ്ട് പോയിക്കോ. തമ്പി അദ്ദേഹം ക്ഷമിക്കണം. അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും അതിന് ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നാ അവിടെ ഇരിക്കാം. ഇനി തന്റെ YWCക്കാരന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? എന്തിന്? 1,00,000 രൂപ സ്ത്രീധനമുള്ളപ്പം എന്തിനാ പെണ്ണിനെ കാണുന്നത്? അങ്ങനെയല്ല, പെണ്ണിനെ കാണണം. എന്റെ മകൾക്ക് വല്ല മുടന്തോ കോങ്കണ്ണോ വല്ലതും ഉണ്ടോ എന്ന് അറിയണ്ടേ? മഹാലക്ഷ്മിയാ കുഞ്ഞ്. സ്വർണ്ണമ്മേ, ഈനോടൊന്ന് ഇവിടം വരെ വരാൻ പറയൂ. എടാ മോനെ, ഇനി ഒന്നും നോക്കാനില്ല. നിനക്ക് നല്ല ചേർച്ചയാ. പച്ചലയും കത്തലയും പോലെ ഇരിക്കും അല്ലേ? എടാ, ഇതെന്റെ ഭാര്യ. ഭാര്യ പെണ്ണ് കാണുന്നില്ലല്ലേ? കാണുന്നില്ലേ? ഇല്ലെന്നേ. ചേച്ചി ടെസ്റ്റിങ്ങിന് പോയതായിരിക്കും. അമ്മയുടെ ടെസ്റ്റിങ്. തമ്പി സാറേ, ഇത് വലിയ മര്യാദകളായിരുന്നു. ഞങ്ങളൊന്ന് പെണ്ണ് കാണാൻ വരുന്ന വിവരം നിങ്ങൾ നോക്കറിയായിരുന്നു. അറിയാവുന്നതുകൊണ്ട് ആയിരിക്കും കുഞ്ഞ് സ്ഥലം വിട്ടത്. എടാ മോനെ, നിധി കിട്ടിയാലും നമുക്ക് ഈ ബന്ധം വേണ്ട. വാ. അടിക്കടി അവൾ വർഷാപ്പിൽ പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അത് ഞാൻ നീ വർഷാപ്പന്റെ പുറകെ പോക്കോ. അച്ഛോ, ഈ ചേച്ചി ഇന്ത്യൻ കണ്ടീഷൻ ആണോ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിരിക്കും. പോയി തൊഴിയാൻ നോക്കിയെന്നാ എന്നെ മാനം കെടുത്തിയെന്ന് ഞാനിപ്പോ കാണിച്ചത്. ഗീത ഇങ്ങോട്ട് പോന്നിരിക്കുമെന്ന് തമ്പി അദ്ദേഹം സംശയിക്കാതിരിക്കുകയില്ല. സംശയിച്ചോട്ടെ, എന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാന്. ശരി, എന്നാ വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാ സാറേ? തമ്പി അദ്ദേഹത്തിന്റെ മകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന്. മോഷ്ടിക്കാൻ ഞാൻ എന്താ സ്വർണ്ണമാണോ? പെണ്ണിനെയും മോഷ്ടിക്കാമല്ലോ. അപ്പോ നിയമപരമായിട്ട് ഇവരിപ്പോ തൊണ്ടി സാധനമാണല്ലേ? സംശയം എന്താ? എന്നെ ആരും മോഷ്ടിച്ചോണ്ട് പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി. എന്റെ പൊന്നു സാറേ, വേറെ ഏതെങ്കിലും കുറ്റമാണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്തു. പെണ്ണ് കേസാണെന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസിനെ ബാധിക്കും. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നടക്കൂ സ്റ്റേഷനിലേക്ക്. വരൂ. നാക്ക് നീട്ട്. Sells the seashells on the seashore. He sells the seashells on the seashore. 10 പ്രാവശ്യം പറ. 10 പ്രാവശ്യം. ഐ എം വെരി സോറി സർ. ഇവന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായി. ഡോക്ടർ, ഇവനെ കൈ കിട്ടിയപ്പോ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഉള്ള സംഘത്തെ ഒന്നടങ്കം പിടിവിടാമെന്ന് ഞാൻ കണക്കൂട്ടി. പക്ഷെ എന്ത് ചെയ്യാം, ഇവന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാതെ ഒന്നും തെളിയിക്കാൻ പറ്റില്ല. എന്റെ പൊന്ന് സാറേ, ഇവൻ ഇവൾക്ക് കൂടാത്രം കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് വണ്ടി റിപ്പയർ എന്ന് പറഞ്ഞ് എന്നും ഈ വർക്ക്ഷോപ്പിൽ പോകുന്നത്. തമ്പി സാറേ, ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് നിങ്ങൾ ഗീതയുടെ അച്ഛനായതുകൊണ്ടാണ്. അച്ഛനോ? ആര്, ഞാനോ? ആ വിചാരം നിനക്കുണ്ടായിരുന്നു നീ ഇങ്ങനെ പ്രവർത്തിക്കില്ലായിരുന്നല്ലോ. സാർ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഗീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ആഹാ, കഴിക്കുവോ? എടാ, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാനത് സമ്മതിക്കത്തില്ല. മിസ്റ്റർ തമ്പി, ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. വിവാഹം കഴിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ആഹാ, ഇപ്പൊ സാറ് അവരുടെ പക്ഷത്ത് ചേർന്നോ? എന്താ പ്രശ്നം? പെണ്ണേസാണ് സാർ. ഈ നിൽക്കുന്ന പെൺകുട്ടി ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. അടിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് ഇവളുടെ അച്ഛന്റെ പരാതി. പക്ഷേ വിവാഹം കഴിക്കാൻ അവർ രണ്ടുപേർക്ക് സമ്മതമാണ്. എന്താ പേര്? സുരേന്ദ്രൻ. ഇൻസ്പെക്ടർ, യെസ് സാർ. മിസ്റ്റർ സുരേന്ദ്രൻ, DSP അദ്ദേഹത്തിന് നിങ്ങളോടെന്തോ സംസാരിക്കാനുണ്ടെന്നോ? സാർ, ഞാൻ അത് ചൊല്ലു.
എന്തിനാ വിളിപ്പിച്ചെന്നറിയാം? ചോദ്യം ചെയ്യാനായിരിക്കും. ചോദ്യം ചെയ്യാനാ, ഉരുട്ടാനാ. അവന്റെ എല്ലിന്ന് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം ഊരും. അദ്ദേഹത്തെ എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാ. ഇപ്പൊ കേട്ടോ ശബ്ദം? മിസ്റ്റർ തമ്പി, മകളെ വിളിച്ചോണ്ട് പോയിക്കോളൂ. ശബ്ദം ഒന്ന് കേട്ടിട്ട് പോകാനല്ലേ പറഞ്ഞത്? മിസ്റ്റർ സുരേന്ദ്രൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നിങ്ങളൊരു സഹായം ചെയ്യണം. ഞാനോ? അതെ, നിങ്ങളെ ഞാനൊരു വലിയ ചുമതല ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണ് സർ? വരൂ. അതാ നോക്കൂ. തപ്പ് കൊട്ടാമ്പറം, തകല് കൊട്ടാമ്പറം, തവിട് പൊടാക്കിയാൽ ചുതല് കൊട്ടാമ്പറം, ടങ്കിടം 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 ടം ടം. സാർ, ഇവനെ എനിക്കറിയാം സാർ. എങ്ങനെ? അന്നൊരിക്കൽ കാറിന്റെ പിൽക്കപ്പിൽ നിന്നും എന്തോ മോഷിച്ചു നോടിയവനാണ്. ഞങ്ങൾ നമ്മളൊന്ന് ഏറ്റുമുട്ടുകയും ചെയ്തു. ഐ സീ. ഐ സി, യു സി, വി സി, അറേബ്യൻ സി. വലിയൊരു ഗ്യാങ്ങിൽപ്പെട്ടവനാണ് ബാബു നന്ദി. ഇപ്പോൾ ഇവൻ തികച്ചും ഭ്രാന്തനാണ്. നിങ്ങൾ എന്നെ സഹായിക്കാമെങ്കിൽ ഇവനെ സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് സാർ? വരും, പറയാം. ഇരിക്കും. വേണ്ട സാർ, ഞാൻ അവിടെ നിന്നോളാം. പ്ലീസ് സിറ്റ് ഡൗൺ. ബാബുവിനും നിങ്ങൾക്കും തമ്മിൽ നല്ല രൂപ ആവശ്യമുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ബാബുവിന്റെ വേഷം ധരിച്ച് നിങ്ങൾ അവന്റെ സംഘത്തിൽ കടന്നു പോകണം. ആർക്കും സംശയം തോന്നാതെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ? പേടിക്കണ്ട, നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള എന്റെ ഈ റിക്വസ്റ്റ് നിങ്ങൾ തള്ളിക്കളയരുത്. ശരി സാർ. ആദ്യമായി നിങ്ങൾ ബാബുവിനെ കൂടെ അതിന്റെ വേഷം ധരിക്കണം. വെരി ഗുഡ്. ഇപ്പോൾ സുരേന്ദ്രനെ കണ്ടാൽ ബാബുവാണെന്നേ പറയും. ഇനി അവന്റെ ചലനങ്ങൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡും 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 ടക് 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 ഡു ഡു ഡും 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 ഡും. നീ ദൈവം, ഞാൻ ചെകുത്താൻ. യെസ്, ഞാൻ ദൈവം, നീ ചെകുത്താൻ. ചെകുത്താനും ദൈവവും ഒരിടത്ത്, സ്വർഗവും നരകവും ഒരിടത്ത്. അതെ, രണ്ടുപേരും ഒരിടത്ത് തന്നെ. ദണ്ഡകം, 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 ദണ്ഡകം. വരും. ശങ്കർ, ഞങ്ങൾ അന്ന് അന്വേഷിച്ചു വന്ന ബാബു ഇവനാണ്. ഇവനെ പിടികിട്ടിയെങ്കിലും ഇതുവരെ കേസുകളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ഭ്രാന്തനായി. ഇതെല്ലാം നശിപ്പിക്കുമല്ലോ. ഈ ഭ്രാന്തൻ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനു കൊണ്ടുവന്നു? പെണ്ണ് കെട്ടിക്കാൻ. I love you, darling. I love you. What is this stupid? I'm sorry, Mr. ശങ്കർ. ഇതൊന്നും അവൻ സ്വഭാവത്തോടെ ചെയ്യുന്നത്. Correct. സാർ സ്വബോധത്തോടെങ്കിലും അന്ത്യകൂടാശ സ്വീകരിച്ചിട്ട് വേണം മരിക്കാൻ. യവനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്കറിയാം? സാർ, നിങ്ങൾക്കും ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുത്തന്റെ ബന്ധുക്കളെ പറ്റി എനിക്കെങ്ങനെ അറിയാം? ഈ റാസ്കലിനെ എനിക്കറിയാം. റോഡ് നമ്പർ 1. റാസ്കൽ. അരിഞ്ഞുകളയും നിന്നെ ഞാൻ. ജാഗ്രത. സോറി മിസ്റ്റർ ശങ്കർ, ഇവനിവിടെ കൊണ്ടുവന്നതേ അബദ്ധമായി പോയി. ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ബോസ്, ബാബു ഇപ്പോൾ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നിലയിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അവന്റെ ഭ്രാന്ത് മാറിയാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവർ ചോർത്തിയിടും. ബാബു ഇപ്പോൾ എവിടെയുണ്ട് ബോസ്? ഭ്രാന്താശുപത്രിയിലെ ഏതെങ്കിലും വാർഡിൽ കാണും. ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനെ കടത്തിക്കൊണ്ടുവരാൻ ബാസ്. ഗുഡ്. ഒരുപക്ഷെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നേക്കും. ഓക്കെ ബാസ്. മരുന്നെടുക്കൂ സിസ്റ്റർ. ബാബു വാ തുറക്കൂ. ഇത് കഴിക്കൂ. കഴിക്കുന്ന എന്താ ബാബു? ബാബു ബാബു, ഇത് ഞങ്ങളാണ്. നിങ്ങളായിരുന്നു? അതെ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ബോസ് നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ശരി, വാ, പോ. പെട്ടെന്നാവട്ടെ. വരൂ. ഓക്കെ, വെരി ഗുഡ്. ബോസ് ബാബു, നീ മടങ്ങിയെത്തിയല്ലോ, വളരെ സന്തോഷം. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? എനിക്കൊരു അസുഖമില്ല ബോസ്. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഭ്രാന്ത് അഭിനയിക്കുകയായിരുന്നു. മിടുക്കൻ. നിന്നെ അവർ ദേഹോപദ്രവം ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുമോ എന്ന് ഞാൻ ഭയന്നു. നെവർ. എന്റെ ജീവൻ പോയാലും ഈ സംഗീതത്തെ പറ്റി ഒരു സൂചന പോലും അവർക്ക് ഞാൻ കൊടുക്കില്ല. എനിക്കറിയാം, ഈ സങ്കേതത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് നീ. നിനക്ക് ഞാനൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ബോസ്, കാർ അപകടത്തിൽപ്പെട്ട് തലയ്ക്ക് മുറിവേറ്റതിനു ശേഷം എനിക്കല്പം ഓർമ്മക്കുറവുണ്ട്. വിശ്രമിക്കൂ. ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. സിന്ധു, ആരാ വന്നിരിക്കുന്നത് നോക്ക്. ബാബുട്ട, എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സിന്ധു, നീ ഇവനെ കാണാൻ ദാഹിച്ചിരിക്കുകയായിരുന്നില്ല. കൂട്ടിക്കൊണ്ടുപോകും, സന്തോഷിപ്പിക്കും. Come on, take him. വരൂ. മിടുക്കന്മാർ. പോലീസിന്റെ പിടിയിൽ നിന്നും ബാബുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന നിങ്ങൾ ഇന്ന് നിറയെ കുടിക്കും. വരൂ ബാബു. ഓ നോ നോ, ഇന്ന് ഈ മുറിയിൽ നിന്ന് ബാബുവിനെ ഞാൻ പുറത്തു വിടുകയില്ല. ഞാൻ എന്താ ബാബു ഒരു പരിഭ്രമം? ഒന്നുമില്ല. ബാബുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാബു എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, എന്തോ മിണ്ടാനാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി, എന്നിട്ടും ബാബുവിന് ഒരു സന്തോഷവും ഇല്ല. അത്
എനിക്ക് വല്ലാത്ത തലവേദന. തലവേദനയോ? ഈ നെറ്റിയിൽ ഞാൻ ഉമ്മ വെച്ച് തണുപ്പിച്ചു തരും. അയ്യോ വേണ്ട. അതെന്താ? എനിക്ക് നെറ്റിയിലല്ല വേദന, അകത്താണ് വേദന. എങ്കിൽ വരൂ, ഞാൻ മരുന്ന് തരാം. വരൂ. എല്ലാ വേദനയും മാറും. കുടിക്കും. അയ്യോ എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ഒരു കുപ്പി വിസ്കി ഒന്നോടെ കുടിക്കുന്ന ബാബു ഇപ്പൊ എന്താ കുടിക്കാത്തത്? ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ കുടിക്കാൻ പാടില്ലെന്ന്. ഇനി കുടിച്ചാൽ എന്റെ ലിവർ നഷ്ടപ്പെടുമെന്ന്. എന്നാ വേണ്ട. എനിക്കൊന്ന് ഉറങ്ങണം. എങ്കിൽ വരൂ. വേണ്ട, വെളിയിൽ നല്ല കാറ്റുണ്ട്, ഞാൻ അവിടെ പോയി കിടന്നുറങ്ങിക്കൊള്ളാം. എന്നാൽ ഞാനും കൂടെ വരാം. വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം. പ്ലീസ് ലീവ് മീ അലോൺ.